ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് സംശയ ദൂരീകരണം ഉറപ്പിക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ കുട്ടനാടിൽ 15 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണിതു. ഇതിനുശേഷമാണ് ദേവാമൃതം പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. വീടിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന് വളരെ ആശങ്കയായിരിക്കുന്നു. അറിയുവാൻ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദയവായി പറഞ്ഞു തരണം, പറഞ്ഞു തന്നാൽ സഹായിക്കണം എന്ന വിശ്വസ്തയോടെ സഹദേവ്. ഇവർ വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഇവർ ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ പൂജാമുറി നമ്മളെപ്പോഴും വീടിന് കൊടുക്കുമ്പോൾ അത് ഒന്നുകിൽ നമുക്ക് കിഴക്കുടക്ക് ഭാഗത്ത് കൊടുക്കാം. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവരെ പൂജാമുറി കൊടുത്തിരിക്കുന്ന ഓൾറെഡി ഒന്ന് വടക്ക് ഭാഗത്താണ്. അത് കൂടാതെ ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഇവർ ചവിട്ടി കയറുന്ന സ്റ്റെയർ കേസ് വരുന്നത്. ഒരിക്കലും നമ്മൾ സ്റ്റെയർ കേസിന് അടിയിലായിട്ട് നമ്മൾ പൂജാമുറി പ്ലാൻ ചെയ്യാറില്ല. രണ്ട്, ഇതിൻ്റെ പൂജാമുറിയുടെ ഡോറ് വരുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ടോയ്ലറ്റിൻ്റെ ഡോറും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പൂജാമുറിയുടെ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റി കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് ഇവർ മാറ്റി സ്ഥാപിക്കുക. ഇവരൊരു നീളൻ പരാന്തിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് പൂജാമുറിയുടെ അളവിൽ ഇവരൊരു ഡോറും എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്ത ശേഷം അത് ഇവരുടെ ഡ്രോയിങ് റൂമിലേക്ക് ഫേസ് ചെയ്യത്തക്കൊണ്ട് ഇവർക്കൊരു പൂജാമുറി ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് നോക്കുന്ന സമയത്ത് ചുറ്റളവ് കൃത്യമാണ്. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസിൽ ഇവർ കറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമ്മുടെ മറ്റുള്ള ബെഡ്റൂമിനെക്കാട്ടിൽ നമ്മുടെ കിച്ചൻ്റെ സൈസ് കുറവായിരിക്കണം. ഒരിക്കലും ബെഡ്റൂമിൻ്റെ സൈസിനേക്കാൾ കിച്ചൻ്റെ സൈസ് കൂടിപ്പോകാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഇവരൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അതേപോലെ മറ്റു ചുറ്റുള്ളതിനകത്ത് കുഴപ്പങ്ങൾ കാണുന്നില്ല. എപ്പോഴും നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യാൻ പറഞ്ഞത് ക്ലോക്ക് വൈസിലാണ്. അപ്പം ഈ ഒരു സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പം ഈ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം ഇവിടെ കുഴപ്പമില്ല, പക്ഷേ അത് ക്ലോക്ക് വൈസിലാക്കി അവർ ക്രമീകരിക്കണം. അതുപോലെ ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗം ഇത് കട്ട് ചെയ്ത് ഛേദിച്ചിട്ടാണ് നമ്മൾ കാർ പോർച്ച് കൊടുക്കുന്നത്. കാരണം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ ഏരിയയും കൂടാണ്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തതിനേക്കാളും നല്ലത് ഇവർ ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു 2 തൂണ് മാത്രം എടുത്തിട്ട് ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം മാറി കിട്ടും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ആ കട്ടിങ് പോർഷൻ വരുന്ന പോർഷനിൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം കൂടി ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുക്കുമ്പോൾ അതിൻ്റെ പാചകം ചെയ്യുന്നത് ഒന്നുകിൽ കിഴക്ക് ഭാഗത്തേക്ക് തന്നെ കൊടുക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ഇതിനകത്ത് തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ ഇവർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ടൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. കാരണം ആ ബ്രഹ്മസ്ഥാനത്ത് ബെഡ്റൂം നമ്മൾ സാധാരണ വാസ്തു അനുസരിച്ച് കൊടുക്കാറില്ല. അപ്പോൾ ആ ഒരു ബ്രഹ്മസ്ഥാനത്തുള്ള ബെഡ്റൂം ഇവർ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ കാർ പോർച്ച് കട്ട് ചെയ്ത് കളഞ്ഞ പോർഷനിൽ ഇവർ ബെഡ്റൂം സ്ഥാപിക്കുക. കാർ പോർച്ച് ഈസ്റ്റ് ഭാഗത്തേക്ക് 2 തൂണുകൾ മാത്രം കൊടുത്തിട്ട് ഷെയ്ഡ് പോലെ ആക്കി എടുക്കുക. അപ്പോൾ ഇതുമായിട്ട് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ അകമൊക്കെ ഒരു റീ അറേഞ്ച്മെൻറ്റ് കറക്റ്റാവും. അപ്പോൾ തന്നെയല്ല, ഈ ഒരു രീതിയിൽ നമ്മൾ ഈ വീടിനകത്തേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ വീടിനകത്ത് കുറച്ചുകൂടി ഒരു പ്രകാശവും ഒരു പോസിറ്റീവ്നെസ്സും, കാരണം ഒരു സൂര്യപ്രകാശങ്ങളൊക്കെ നല്ല പോലെ കടന്നു ചെല്ലാൻ അത് കാരണമായി തീരും. അതല്ല നമുക്ക് കയറുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു വയൽ നികത്തിയ സ്ഥലമായിട്ടാണ് കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ വീടിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിണറിൻ്റെ സ്ഥാനമാണ്. കിണർ വരുമ്പം ഒന്നുകിൽ ഇവർ കിഴക്കുടക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്തോ ഇവർ സ്ഥാപിക്കുക. ഗേറ്റ് വെക്കുമ്പം ഈസ്റ്റ് ഭാഗത്ത്, അതായത് തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് കിഴക്കുടക്ക് മൂല വരെയുള്ള നീളം എടുത്തിട്ട് അതിനെ പകുതിക്ക് കിഴക്കുടക്ക് ഭാഗത്തേക്ക് ഗേറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ മതിൽ കെട്ടുന്ന സമയത്ത് ഈസ്റ്റ് ഭാഗത്ത് നോർത്ത് ഭാഗത്ത് മാക്സിമം എത്ര സ്പേസ് വിടാൻ പറ്റുമോ അത്രയും സ്പേസിൽ തന്നെ ഇവർ പ്ലാൻ ചെയ്തെടുക്കണം. അതുപോലെ ഈസ്റ്റ് ഭാഗത്ത് നോർത്ത് ഭാഗത്തും ഒക്കെ നല്ലപോലെ സ്പേസ് വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തികപരമായിട്ടും ഒക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരും. അത് തന്നെയല്ല, കുട്ടികളുടെ പഠിത്തത്തിനുമൊക്കെ അത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും അത് കാരണമായി തീരും. ഇപ്പോൾ നമ്മൾ സോളാർ പാനലൊക്കെ പല വീടുകളിലും സ്ഥാപിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എനർജി അല്ലേ സ്റ്റോർ ചെയ്യുന്നത്? അത് ചില ദിശയിലായിരിക്കണം, അങ്ങനെയുണ്ടോ? കിഴക്ക് വടക്ക് പോർഷനിൽ ഈ ഒരു സാധനം കുറച്ച് ഒഴിവ് നോക്കിയിട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വീടിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചില വീടുകൾ ചിലപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും, ചിലത് 2500 3000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടുകളുണ്ടാവും.
അപ്പം അതിൻ്റെ എത്ര ഏരിയ ഉണ്ടോ ആ ഏരിയ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം കിഴക്ക് വടക്ക് ഭാഗം ഒഴിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ വീടിൻ്റെ മുകൾ നിലയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പാനൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ വെക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുവഴി വാസ്തുവിൻ്റെ ബലം ഒന്ന് കൂടും. വെയിറ്റ് കൂടുമ്പം ചില സ്ഥലങ്ങളിൽ വെയിറ്റ് വെക്കുമ്പോൾ വാസ്തുവിന് നല്ലതാണ്, എന്നാൽ ചില കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഈ പറഞ്ഞ പോലെ വലിയ വെയിറ്റ് വരുമ്പോൾ അത് ദോഷമാണ്. ഇതൊരു ബാലൻസിങ് ആണ്. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ചിലപ്പോൾ ഈ സോളാർ പാനലുകളൊക്കെ വെക്കുമ്പോൾ അത് എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതാണ്, ഹീറ്റാണ്, അപ്പം കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും. പിന്നെ ഇതുപോലെ വാട്ടർ ടാങ്ക് വെക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതുപോലെ ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ വല്ലതും വെക്കണം നമ്മൾ നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും അത് വാസ്തുവിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഊർജ്ജങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് കാരണമായി തീരും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.